ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി എൻ വാസവൻ, ഇവിടെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള പരാമർശമാണ് ഉണ്ടാകുന്നത്, കോടതിക്കെതിരായിട്ടുള്ള വിമർശനമാണ് ഉണ്ടാകുന്നത്. അങ്ങ് അങ്ങനെ കരുതുന്നുണ്ടോ? അതായത് ഈ കോടതി അമിതമായിട്ട് ഇടപെടുന്നുണ്ട് ദേവസ്വത്തിന്റെ കാര്യത്തിലേക്കെന്നും കോടതി ഇടപെട്ടതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള അന്വേഷണം എവിടെയും എത്താത്തത് എന്നുള്ളതാണ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാനാവില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലാണ് നമുക്ക് നല്ല രൂപത്തിൽ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകാൻ ഇടവന്നതെന്നുള്ള മനസ്സിലാക്കുന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. SIT രൂപീകരിക്കാൻ കോടതി തന്നെ ഇടപെടണമെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തവരുമാണ്. അക്കാര്യത്തിൽ കോടതിയും സംതൃപ്തരാണ്, പൊതുസമൂഹം സംതൃപ്തരാണ്. അതിന്റെ അന്വേഷണ ടീമും മികച്ചതായിരുന്നു. ഒപ്പം ആ ഇടപെടൽ നന്നായതുകൊണ്ടാണ് അത്രയും കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് കൂട്ടാനും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ വന്നിട്ടുള്ളത്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. അതുകൊണ്ട് അതിൽ ഇടപെട്ടതിൽ അപാകതയില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചു, അതായത് ദേവസ്വങ്ങളിലേക്ക് ഒരു പൂ വാങ്ങണമെങ്കിൽ പോലും കോടതിയുടെ അനുവാദം വേണ്ടിവരുന്നു, അനുമതി വേണ്ടിവരുന്നു എന്നുള്ളതാണ് മുരളീധരൻ പറയുന്നത്. അങ്ങ് മന്ത്രിയായിരുന്നപ്പോൾ ആ തലത്തിലേക്ക് കോടതി ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ കോടതി മേൽനോട്ടത്തിനപ്പുറത്തേക്ക് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരുന്നോ? അല്ല, അങ്ങനെ ഒരു അനുഭവം ഉള്ളതായിട്ട് ഞങ്ങളുടെ മുമ്പിലൊന്നും വന്നിരുന്നില്ല. അന്നത്തെ ബോർഡിനോട് ഏതെങ്കിലും നേരത്തെ പൂ വാങ്ങിക്കണമെങ്കിൽ കോടതിയിൽ അനുമതി മേടിക്കണമെന്നും പറഞ്ഞ ഒരു അനുഭവം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് കോടതിയെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ കാര്യത്തിൽ കോടതിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളിൽ കൊണ്ട് കോടതി പ്രതികരിക്കാനുള്ള അവകാശം കോടതിക്കുണ്ട്. ആ കോടതി പറയുന്ന കാര്യങ്ങളിൽ അപാകത ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും അവകാശമുണ്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൽ അത്തരം ഒരു അപാകത ഏതെങ്കിലും ഭാഗം കോടതിയുടെ ഭാഗത്തുണ്ടായി ചൂണ്ടിക്കാണിക്കാനില്ല. കോടതി ആ കാര്യങ്ങളൊക്കെ ഇടപെട്ടതിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് കൃത്യമായി കാര്യങ്ങൾ നടത്തിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തരികയാണ് കോടതി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോടതി നമ്മുടെ ഭരണ സംവിധാനം അനുസരിച്ച് നമ്മുടെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടൽ ഉണ്ടാവാറില്ല. എല്ലാം യോജിച്ചു പോകുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇന്നും ആ നിലപാടാണ് തുടരുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. നന്ദി. ശ്രീ വി എൻ വാസവന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒപ്പം തന്നെ നേരത്തെ രാഹുൽ ഈശ്വറാണ് പ്രതികരിച്ചത്. ഇപ്പോൾ വി എൻ വാസവൻ മുൻ ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു അനുമതി വാങ്ങേണ്ടുന്ന അവസ്ഥ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ വരെ പ്രതിപട്ടികയിൽ ചേരുന്ന പേരുകൾ ആരൊക്കെയാണ് നമുക്കറിയാം. അപ്പോൾ ആ തലത്തിലേക്ക് അന്വേഷണം എത്താൻ കാരണമായത് ഹൈക്കോടതിയുടെ മേൽനോട്ടം തന്നെയാണ്, ഹൈക്കോടതി ഇടപെടൽ തന്നെയാണെന്നുള്ള കാര്യം കൂടി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് കോടതിക്കെതിരായിട്ടുള്ള വിമർശനം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിലാണ് കോടതിക്കായിട്ടുള്ള എതിരെയുള്ള വിമർശനം കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനി ഏതെങ്കിലും തലത്തിൽ കോടതി ലക്ഷ്യമാവുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് വിമർശനം നീങ്ങുമോ, കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാകുമോ എന്നൊക്കെ അറിയാം. കോടതി പല സംഭവങ്ങളിലും സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകളും കൊള്ളയും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ